ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര വിശേഷതയുള്ള പ്രത്യേകതയുള്ള ഒരു ദൈവവചന ഭാഗമാണ് എന്ന് മാത്രം ആത്മീയ സത്യങ്ങൾ അവിടെ അടങ്ങിയിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് അത് വായിക്കുമ്പോഴും അത് പ്രസംഗിച്ച് കേൾക്കുമ്പോഴും വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ നമ്മൾ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര അന്വർത്ഥമാണ് എന്നുള്ളതും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ലോകത്ത് ജനിച്ചതിന് ശേഷം രാജാവായവരാണ് കൂടുതൽ പേരും. എന്നാൽ നേരത്തെ തന്നെ അദ്ദേഹം രാജാവാണ്, തൻ്റെ ജനത്തെ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവനാണ് എന്ന് പ്രവചന മുഖാന്തരം നേരത്തെ തന്നെ അറിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കർത്താവെന്നും അദ്ദേഹം ജനിച്ചത് തന്നെ രാജാവായിട്ടാണ് ജനിച്ചത് എന്നുള്ളതും, എന്നാൽ അദ്ദേഹത്തിൻ്റെ രാജത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഈ വചനം വായിച്ചവർക്കോ അത് വ്യാഖ്യാനിച്ചവർക്കോ ഒന്നും ആത്യന്തികമായിട്ട് മനസ്സിലായില്ല. അവർ പലരും ഒരു പൊളിറ്റിക്കൽ ഫ്രീഡത്തിലേക്കും അങ്ങനെയുള്ള ഒരു നേതാവായിട്ടും രാജാവായിട്ടും ദാവീദിനെ പോലെ ശലോമോനെ പോലെ ഒക്കെയുള്ളൊരു രാജാവായിട്ട് മശിഹ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്ന നിത്യരാജ്യത്തിൻ്റെ രാജാവായിരുന്നു ഈ കർത്താവെന്ന് അവർ തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് പല ഇടർച്ചകളും ഉണ്ടായി എന്നുള്ളത് നമുക്ക് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ ഈ കാര്യങ്ങൾ വേണ്ടുവണ്ണം ഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ യഹൂദന്മാർക്കും ഹെരോദാവിനും അദ്ദേഹത്തെ അനുകൂലിച്ചവർക്കും പ്രതികൂലിച്ചവർക്കും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ദൈവവചന ഭാഗത്തുനിന്ന് വ്യക്തമായിട്ട് തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, കർത്താവിനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് പറയുക. അപ്പോൾ ആരോ ഇവിടെ ചോദിച്ചു ഇമ്മാനുവേൽ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നടക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പം കർത്താവിന് പല വിശേഷണങ്ങളും ഇതുപോലെ നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും, കർത്താവിന് യേശു എന്ന് പേർ വിളിച്ചു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. വിളിക്കപ്പെട്ട പേര് യേശു എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് പല സ്ഥാനപ്പേരുകളും ഇമ്മാനുവേല്, അതുപോലെ രാജാവ്, നമ്മളിന്ന് വായിക്കുന്നത് പോലെ രാജാവ്, അതുപോലെ മറ്റു പല കാര്യങ്ങളും ദാവീദ് പുത്രൻ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, അത് ഒക്കെ അദ്ദേഹം നിവർത്തിക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മിഷനോടുള്ള ബന്ധത്തിലും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തോടുള്ള ബന്ധത്തിലുമാണ് ഈ പേരുകളൊക്കെ അന്വർത്ഥമാകുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളോടുള്ള ബന്ധത്തിലാണ് ഈ പേരുകളൊക്കെ അന്വർത്ഥമായിട്ട് തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന ഇന്നൊരു പുതിയ സംഭവം കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ ഭാഗം നമ്മൾ കാണുന്നില്ല. അതേസമയം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ആദ്യ ഭാഗത്ത് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് 1-ാം അധ്യായം 26-ാം വാക്യം മുതൽ 2-ാം അധ്യായം 7-ാം വാക്യം വരെയുള്ള ഭാഗത്ത് നമ്മൾ ജനനത്തോടുള്ള ബന്ധത്തിൽ നടന്ന ചില കാര്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗത്ത് ഈ വിശേഷമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അവൻ മുൻപുണ്ടായിരുന്ന പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ജനിച്ച യഹൂദന്മാരുടെ രാജാവാണ്, മശിഹയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി യഹൂദന്മാരായ വ്യക്തികൾക്ക് വേണ്ടി വേറൊരു യഹൂദനായ വ്യക്തി, ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി എഴുതുന്ന സാക്ഷ്യവും അതുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ക്രിസ്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രവുമാണ് ഈ സുവിശേഷം എന്ന് നമ്മൾ അതിൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിൽ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി എന്ന് വായിക്കുക. വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. അബ്രഹാം പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഈ ആൾക്കാരൊക്കെ പോയത്. അത് ഇനി പിറവത്തുനിന്ന് പോയെന്നുള്ളത് എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അറിവായിരുന്നു. അതെന്തായാലും വളരെ നല്ലൊരു അറിവായി മാറി. ഇന്ത്യയുടെ ഏതോ ഭാഗത്തു നിന്നൊക്കെ വലിയ തപസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് മഹർഷിമാരൊക്കെയാണ് ഇങ്ങനെ പോയിരിക്കാൻ സാധ്യത എന്നുള്ള നിലയിലൊക്കെ ഇതിനു മുന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർക്കും ഈ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. നമുക്കറിയാം അതൊരു വന്നുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അത് പറഞ്ഞേക്കുന്നതെന്നുള്ളതും, അതുകൊണ്ട് ഏത് വ്യക്തിയും ദൈവത്തെ അറിയണം എന്നുള്ള ഒരു നിലയിൽ ദൈവം
അന്നും ഇന്നും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ലോകസ്ഥാപനം മുതൽ തന്നെ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവം പ്രകൃതിയിലൂടെയും തൻ്റെ വചനത്തിലൂടെയും മറ്റു പല സ്പെഷ്യലായിട്ടുള്ള പല രീതിയിലും ഒക്കെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യൻ്റെ മനസാക്ഷിക്ക് തെളിവായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ഓരോ വ്യക്തിയോടും ദൈവം ജ്ഞാനം ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ദൈവത്തിനെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തി കൊടുക്കുകയും ദൈവിക സത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് മനുഷ്യനെ ആകർഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അനസ്യൂതം അത് ചരിത്ര എന്ന് തുടങ്ങിയോ അന്നു മുതൽ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ അങ്ങനെ ലഭിച്ചിട്ടുള്ള വെളിപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതപ്പെട്ട ചില പുസ്തകങ്ങളിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഈ കാര്യമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും ആധികാരികമായിട്ട് അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അത് തനിക്ക് തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ മക്കളെക്കുറിച്ചും അവിടെ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം നൽകിയിട്ടുള്ള ദൈവവചന അല്ലെങ്കിൽ വെളിപ്പാടുകളെക്കുറിച്ചുമാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ, എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിലും, ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കോ യഹൂദന്മാർക്കോ മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ദൈവം തന്നെ പറ്റിയുള്ള സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കർത്താവിൻ്റെ വരവ് വരെ ഇനിയും അത് വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വചനം അതിന് നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എല്ലാവരെയും തങ്കിലേക്ക് ആകർഷിക്കും, ഞാൻ ഉയർത്തപ്പെട്ട എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് തന്നെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇവിടെ ഒരു പ്രത്യേക കഥാപാത്രമായിട്ട് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വിദ്വാൻമാർ, അത് ദൈവദാസൻ പറഞ്ഞല്ലോ 3 പേര് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ചിലർ പറയുന്ന 3 കാര്യങ്ങൾ അവിടെ കൊണ്ട് കാഴ്ച വെച്ചതുകൊണ്ട് 3 പേര് 3 സംഗതികൾ പൊന്നും കുന്തിരിക്കവും മൂരും കൊണ്ട് കാഴ്ച വെച്ചതുകൊണ്ട് 3 പേര് 3 ഇത് കൊണ്ട് കാഴ്ച വെച്ചു. കാരണം അന്നൊക്കെ വിശിഷ്ടരായ വ്യക്തികളെ, രാജാക്കന്മാരെയൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ചില വിലയേറിയ പ്രത്യേകതയുള്ള ചില സാധനങ്ങൾ കൊണ്ടുപോയി അവർക്ക് കാഴ്ച വെക്കണമായിരുന്നു. അങ്ങനെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എന്ന് ഇവരെ കർത്താവിനെ കുറിച്ച് അവർ മനസ്സിലാക്കുകയും അങ്ങനെ കടന്നു വരികയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇത് എവിടെ ഉള്ളവരായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒത്തിരി ഗസ് വർക്കും ഒത്തിരി അതുപോലെ പല നിലയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടെന്നല്ലാതെ നമുക്ക് അത് ഉറപ്പിക്കത്തക്കവണ്ണമുള്ള യാതൊരു അറിവുമില്ല. എന്നാൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വ്യക്തികളിൽ ഈ ബാബിലോൺ അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയ ഈ പ്രദേശത്തുള്ള ചില വ്യക്തികളായിരിക്കാം വന്നത് എന്ന് ഒരു അഭ്യൂഹം അതിനെക്കുറിച്ചുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും പല ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മുഖാന്തരവും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് അതിന് അടുത്ത കാലത്തായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോവുകയും ദാനിയേൽ ബാബേൽ സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തീരുകയും അവിടെയുള്ള ദർശനന്മാരുടെയും മന്ത്രവാദികളുടെയും ഒക്കെ ഹെഡായിട്ട് തീരുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉണ്ട്. മാത്രമല്ല അവരുടെ വംശത്തെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്ന യഹൂദന്മാരെ പോലെ തന്നെ സെമിറ്റിക് വംശത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഇവർ, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ആയിരുന്നു എന്ന് മാത്രമല്ല ദാനിയേൽ അവിടെ ബാബേലിലായിരുന്നപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ, മേഘാരൂഢനായി വരുന്ന രാജാവിനെ ദർശിച്ച വ്യക്തിയാണ് അദ്ദേഹമെന്നും ആ നിലയിൽ അവിടെയുള്ള പല വ്യക്തികളോടും ഈ കർത്താവിനെ കുറിച്ചും ഈ മശിഹയുടെ വരവിനെക്കുറിച്ചും പറഞ്ഞിരിക്കാം. അങ്ങനെ ഒരു വെളിച്ചം അവർക്ക് ഒരുപക്ഷെ ലഭിച്ചിരിക്കാം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അതും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയത്തില്ല. നിശ്ചയമായിട്ടും അങ്ങനെയുള്ള അത് ഏതെങ്കിലും നിലയിലുള്ള ഒരു അറിവ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കാം വന്നിട്ടുള്ളത്. അത് എങ്ങനെ ലഭിച്ചു എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവർ അന്വേഷിച്ചു വന്നു, അവർക്കൊരു പ്രത്യേക ഗൈഡൻസ് ഉണ്ടായി, അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇവിടുന്ന് വൈകുന്നേരം നല്ല ചന്ദ്രനോ അല്ലെങ്കിൽ നക്ഷത്രമോ ഉള്ള ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ
ഇവിടുന്ന് വൈകുന്നേരം കയറുമ്പോൾ നമ്മൾ തല ഉയർത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ഈ മംഗലാപുരത്ത് ഉണ്ടെങ്കിൽ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എറണാകുളത്ത് ചെന്നാൽ അത് എറണാകുളത്തും ഈ ചന്ദ്രനുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ചന്ദ്രൻ എൻ്റെ കൂടെ വന്നോ. അപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആകാശത്തുള്ള ഈ ജ്യോതിർഗോളങ്ങളൊക്കെ നമ്മൾ ഇത്രയും ദൂരെ അത് ആയിരിക്കുന്നത് കൊണ്ട് നമ്മളോട് കൂടെ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്നാൽ അതുപോലുള്ള ഒരു യാത്രയല്ലായിരുന്നു ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഗൈഡൻസ് നമുക്കറിയാം. അന്നത്തെ കാലത്തെ യാത്രകൾ, അതുപോലെ സമുദ്രയാത്രകൾ ഒക്കെ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി, വടക്ക് നോക്കി യന്ത്രമൊന്നും കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാലമായിരിക്കും. എപ്പോഴാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു മാഗ്നറ്റ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നതാണ്. അതിൻ്റെ നോർത്ത് പോൾ എപ്പോഴും ഇങ്ങനെ ഒരു വടക്കോട്ട് അത് ഡയറക്റ്റഡ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാവുന്നത്. അന്ന് വരെ നമുക്കറിയാം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയാണ് രാത്രികാലങ്ങളിൽ അവർ ഈ ഡയറക്ഷൻ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. രാത്രികാലമെന്ന് മാത്രമല്ല, അല്ലാത്ത സമയത്തും ഇതിൻ്റെ ഡയറക്ഷൻ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു നിലയിൽ ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ളൊരു ഗൈഡൻസ് അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമുക്ക് ഈ വിദ്വാൻമാരെ പറ്റിയും അവരുടെ വരവിനെ പറ്റിയും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യം. ഹെരോദാവിൻ്റെ കാര്യവും നമ്മൾ ഇതിനു മുന്നേ യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ടുള്ളപ്പം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഹെരോദാവിൻ്റെ പിതാവ് ആൻറ്റിപ്പേറ്റർ എന്ന് പറയുന്ന വ്യക്തിയാണ് അന്നത്തെ റോമാ സാമ്രാജ്യത്തിലുള്ള, അല്ലെങ്കിൽ ജൂലിയസ് സീസറിന് ചില പ്രത്യേക നന്മകൾ ചെയ്യുകയും അങ്ങനെ യഹൂദ സംസ്ഥാനത്തിൻ്റെ എല്ലാ അധികാരവും, അല്ലെങ്കിൽ അതിനെ ഭരിക്കാനുള്ള ഒരു രാജാവായിട്ട് തന്നെ കുറേ പടയാളികളെയും ഒക്കെ അദ്ദേഹത്തിന് അധീനതയിൽ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു 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 രാജാവിന് എന്തൊക്കെ വേണമോ അതൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഹെരോദാവ് അദ്ദേഹത്തിൻ്റെ പിതാവിന് അങ്ങനെ സീസർ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് ആൻറ്റിപ്പേറ്റർ എന്ന് നമുക്ക് കാണാൻ കഴിയും. ജൂലിയസ് സീസറിൻ്റെ അതിനുശേഷം ഉള്ള വ്യക്തിയാണ് BC 37 മുതൽ AD BC 4 വരെ, BC 37 മുതൽ BC 4 വരെ ഭരിച്ചിരുന്ന എന്ന് നമുക്ക് കാണാം. BC 4 എന്നാണ് എഴുതിയിരിക്കുന്നു തോന്നുന്നു. അതെ, ആ സമയം വരെ ഉണ്ടായിരുന്ന ഈ ഹെരോദാവ് വളരെ പ്രത്യേകതയുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു, ഒത്തിരി മക്കളുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയെന്ന് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ വായിക്കുന്നത്, എൻ്റെ രാജ്യത്വം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുവോ എന്ന് സ്വപ്നത്തിൽ പോലും ഉറക്കത്തിൽ പോലും പേടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഹെരോദാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്, ഹെരോദാവിൻ്റെ പട്ടിയായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല, ഹെരോദാവിൻ്റെ മോനായിട്ട് ജനിക്കരുത്. കാരണം മിക്ക മക്കളെയും ഈ മക്കൾ തൻ്റെ രാജ്യത്വം തട്ടിയെടുക്കുമോ എന്ന് പേടിച്ചിട്ട് കൊന്നുകളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഹെരോദാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പല ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരു യഹൂദ സ്ത്രീയായിട്ടുള്ള വ്യക്തിയും ഈ ഹെരോദാവിൻ്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് മരിയാമ്നെ എന്നായിരുന്നു എന്നുള്ളതും നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഹെരോദാവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. അത് ആ സ്ത്രീ അല്ലെങ്കിൽ ആ മഹദി അവര് മക്കബായരുടെ, അല്ലെങ്കിൽ നമുക്കറിയാം BC 165 സമയത്ത് നടക്കുന്ന ഇത് ചില വിപ്ലവങ്ങളൊക്കെ അറിയാം. അപ്പൊ അവരുടെ വംശത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മരിയാമ്നെ എന്നും, അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ എൻ്റെ രാജ്യത്വം തട്ടിയെടുക്കുമോ എന്ന് പേടിച്ചിട്ട് ഈ ഭാര്യയെ കൊന്നുകളഞ്ഞു, മക്കളെ കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, ഇങ്ങനെ പലരെയും ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അവസാനം തന്നെ മരണസമയത്ത് അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളത്, നൊട്ടോറിയസ് ആയിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യഹൂദയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പൗരന്മാരെ എല്ലാം പിടിച്ച് തടവിലാക്കിയതിന് ശേഷം ഒരു ഓർഡറും കൊടുത്തു, ഞാൻ മരിക്കുമ്പോഴത്തേക്ക് ഇവരെ എല്ലാം കൊന്നേക്കണം, കാരണം എൻ്റെ രാജ്യത്വം ഇവർക്ക് ആർക്കും പോകരുത് എന്നുള്ളൊരു നിലയിൽ പറഞ്ഞ വ്യക്തിയായിരുന്നു എന്നുള്ളതും അതങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പം നോക്കിയാട്ടെ, ഒരു രാജസ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെടരുത് എന്നതിനെ പൊത്തിപ്പിടിച്ച് ഭയന്ന് ഒരു മാനസിക രോഗിയെ പോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹെരോദാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയാട്ടെ, അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ കേൾക്കുന്നത്
ഇതാ യഹൂദന്മാരുടെ രാജാവ്, അദ്ദേഹം കേൾക്കുന്നത് യഹൂദന്മാരുടെ രാജാവായി ഒരുത്തൻ ജനിച്ചിരിക്കുന്നു. അത് ശരി, ജൂലിയസ് സീസർ എനിക്ക് ഈ സ്ഥാനമൊക്കെ നൽകി കഴിഞ്ഞിട്ട് ഇത് തട്ടിയെടുക്കാനായിട്ട് വേറെ ആരെങ്കിലും വന്നേക്കുമോ എന്നുള്ളൊരു ഭയം ആ മനുഷ്യനെ എത്രമാത്രം ഗ്രിപ്പ് ചെയ്ത് കാണും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ ഞാനും പെട്ടെന്ന് എല്ലാം ദൈവഹിതമാണ്, നമുക്കൊന്നിനെയും അങ്ങനെ ചിന്തിക്കുന്നതിൽ, മാനുഷികമായിട്ട് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ തന്നെ ഈ വിദ്വാൻമാർ ചെയ്ത ഒരു അബദ്ധമല്ലായിരുന്നോ? കാരണം ഈ അത്രയും നേരം അവരെ ഈ നക്ഷത്രം മുഖാന്തരം ദൈവം അവരെ വഴി കാണിച്ചു കൊടുത്തു. എങ്കിലും ആ സമയത്ത് അവരുടെ ലോജിക്ക് ദൈവത്തിന്റെ നടത്തിപ്പിനേക്കാൾ ഓവർടേക്ക് ചെയ്യുകയും നിശ്ചയമായിട്ട് രാജാവായി പിറന്നവൻ രാജകൊട്ടാരത്തിലല്ലേ കാണത്തുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ അവരവിടെ പോയത് നിമിത്തം ഉണ്ടായ അനർത്ഥങ്ങൾ എന്തുമാത്രം വലുതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഉടനെ ആൾക്കാരെ വിളിച്ചു വരുത്തുകയാ, എവിടെയാണ് ഈ കർത്താവ് ജനിക്കാനായിട്ട് പോകുന്നത്? വളരെ സംശയലേശമന്യേ, അവർക്ക് ആരോടും ചോദിക്കേണ്ടി വന്നില്ല. ഞങ്ങളുടെ സാറിനോട് ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഫസറോട് ചോദിച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ തിയോളജിയുടെ ഒക്കെ ഇതൊക്കെ പറഞ്ഞു തരുന്ന പുരോഹിതന്മാരാരെങ്കിലും ഉണ്ട്, അവരോട് ചോദിച്ചിട്ട് വരാം എന്നൊന്നും ചോദിക്കേണ്ടി വന്നില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ ദൈവവചനത്തിൽ വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രയാസവുമില്ലാതെ അവർ പറഞ്ഞു. മീഖാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് വ്യക്തമായി പറയുന്ന അത് കാണാനായിട്ട് കഴിയും. അപ്പം നമുക്കറിയാമല്ലോ, മീഖ പ്രവചിക്കുന്നത് യെശയ്യാവിൻ്റെ ഏകദേശം കണ്ടംപററി ആയിട്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു മീഖ എന്നും, നമ്മൾ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് കാലത്ത് യെശയ്യാവ് പ്രവചിച്ചതെന്ന് പറയുന്ന പോലെ തന്നെ ആ രാജാക്കന്മാരുടെയൊക്കെ പേരുകൾ പറഞ്ഞു തുടങ്ങുന്ന ഒരു പ്രവചന ഭാഗമാണെന്നും, അവിടെ ഉണ്ടായിട്ടുള്ള പല ഉച്ചനീചത്വങ്ങളെക്കുറിച്ചും പല ന്യായരഹിതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വാൺ ചെയ്യുകയും, അതിനെ തുടർന്ന് നമുക്കറിയാം കർത്താവ് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുകയും തൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്നും ആ മശിഹ വരുമെന്നും മശിഹയെ തള്ളിക്കളയുമെന്നും മശിഹയുടെ പ്രവർത്തികൾ എന്തായിരിക്കും എന്നുള്ളതുമൊക്കെയാണ് ഈ മീഖാ പ്രവചനത്തിലും 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ വ്യക്തമായിട്ട് ഈ മശിഹ എവിടെ ജനിക്കും, ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് അവർ ഉത്തരം പറഞ്ഞ് അതിന് വാക്യവും കൂടെ കൊടുത്ത കാര്യമാണ് കാണാനായിട്ട് കഴിയും. അപ്പം തന്നെ ഞാൻ ആലോചിക്കും, ഇത്ര കൃത്യമായിട്ട് അറിയാവുന്ന ഈ ആശാന്മാര് ഇത്രയും ദൂരത്തുനിന്ന് മെസപ്പൊത്തോമിയയിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേർഷ്യയിൽ നിന്നോ ഇത്രയും ദൂരത്തുനിന്ന് ഈ ആൾക്കാർ വന്ന് ചോദിച്ചിട്ട് പോലും, നമുക്കറിയാമല്ലോ ഹെരോദാവിന്റെ കൊട്ടാരം എവിടാ ഉള്ളതെന്നും, അവിടുന്ന് വേണമെങ്കിൽ രാവിലെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഒരു മോർണിംഗ് വാക്കായിട്ട് നടക്കാനുള്ള ഒരുപക്ഷെ ദൂരം 4-5 കിലോമീറ്റർ, 5-6 കിലോമീറ്റർ ഒരുപക്ഷെ ഈ ബേത്ലഹേമിലേക്ക് ഉള്ളൂ എന്നുള്ളതും നമുക്ക് അതിൻ്റെ ആ ജോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ അറിയുന്നുണ്ടെങ്കിലും അതിന് തക്കവണ്ണം ഒരു നിലപാടോ അതിനോടുള്ള അനുസരണമോ അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ പോലും തയ്യാറല്ലാത്ത ഒരു കൂട്ടത്തെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം അവരും വിചാരിച്ചിരുന്നത് ഒരു രാജാവായിട്ട് മാത്രമേ ജനിക്കത്തുള്ളൂ, ഇങ്ങനെ കണ്ട അലവലാദികളോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ഇതുപോലൊന്നും ജനിക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ മേലായിരിക്കാം ഒരു പക്ഷേ അവരതിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത്. എന്നാൽ ഇവരുടെ പിരിവെട്ടിപ്പോയി, അതുകൊണ്ട് ഇവർ ദൂരത്തുനിന്ന് വന്നേക്കുക, അപ്പം കണ്ടെത്തിയാൽ ഞങ്ങളോടും കൂടെ പറ, ഞങ്ങൾ വന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ ഹെരോദാവ് പറയുകയാണ്, ഹെരോദാവ് അതിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ. ആ മാനസികാവസ്ഥയിൽ അബ്രാബാസ് പറഞ്ഞ പോലെ ഇച്ചിരി വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞ്, എനിക്കും വലിയ ആഗ്രഹമുണ്ട് ആ രാജാവിനെ ഒന്ന് കാണണമെന്ന്, ഒന്ന് നമസ്കരിക്കണമെന്ന്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോടും കൂടെ ആ കണ്ടെത്തിയതിന് ശേഷം ഒന്ന് പറയണം എന്ന് പറയുന്നത് നമുക്ക്. എന്നാലും ഈ വാഗ്ദത്തം ആർക്ക് ലഭിച്ചോ അവര് അതിനുവേണ്ടി മുതിരുന്നുമില്ല, അവരതിനെക്കുറിച്ച് ബോധേടുമല്ല. ജനിക്കുകയോ ജനിക്കാതിരിക്കുകയോ എന്തോ വേണേലും ചെയ്യട്ടെ എന്നുള്ളൊരു നിലയിൽ അതിനെ തുച്ഛീകരിച്ച് കളയുന്ന ഒരു കാഴ്ച നമുക്കറിയാമല്ലോ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മശീഹയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു നിലയിലും തെറ്റിക്കാൻ സാധ്യതയില്ലാത്ത നിലയിൽ അതുപോലെ
കൃത്യമായ പ്രവചനങ്ങളാണ് ആ മശീഹയെക്കുറിച്ച് നൽകിയിരിക്കുന്നതെന്നും വിവിധ കാലയളവുകളിൽ വിവിധ പ്രവാചകന്മാരിലൂടെ വിവിധ സമയത്ത് ഭാഗമായിട്ട് തൻ്റെ ദൈവം അരുളി ചെയ്തു എന്നുള്ളത് എബ്രായർക്ക് എന്ന ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. വ്യക്തമായിട്ടുള്ള ഈ പ്രവചനങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മൾ വെച്ച് കഴിയുമ്പോൾ എത്ര കൃത്യമായിട്ടുള്ള മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും ഉള്ള കാര്യങ്ങൾ നൽകപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ അബ്രഹാം പാസ്റ്റർ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് ഈ മൂരും കുന്തിരിക്കവും ഒക്കെ കാഴ്ചവെക്കും എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അത് നേരത്തെ പറഞ്ഞിട്ടുള്ള വെളിപ്പാടുകൾ എത്ര കൃത്യതയോടെയാണ് അത് പറഞ്ഞിട്ടുള്ളതെന്നും, എന്നാൽ ദൈവത്തെ വിശ്വസിക്കുകയോ ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് മുൻധാരണകൾ വെച്ച് പുലർത്തുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഈ ദൈവത്തിൻ്റെ കൃപയെയും ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങളെയും തിരിച്ചറിയാൻ കഴിയത്തില്ല. അവരുടെ കണ്ണിൻ്റെ മുന്നിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവരുടെ കണ്ണിൻ്റെ മുന്നിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കർത്താവ് ജനിച്ചത്, കർത്താവ് വളർന്നത്, കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തത്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എല്ലാം തിരുവെഴുത്തിനും പ്രകാരം നടന്നെങ്കിൽ തന്നെ ആ നിലയിൽ മുൻധാരണകൾ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തി, ഈ പ്രിജുഡൈസസ് എത്രമാത്രം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുമെന്നുള്ളത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ കരുതിക്കൊള്ളേണ്ട വലിയൊരു അപകട സാധ്യതയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മശീഹ വരത്തുള്ളൂ, ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. അദ്ദേഹം ഒരു രാജാവായിരിക്കും, അദ്ദേഹം വലിയൊരു പൊളിറ്റിക്കൽ നേതാവായിരിക്കും, അദ്ദേഹം നമ്മളിന്ന് ആയിരിക്കുന്ന ഈ റോമാ ഗവൺമെന്റിനോടുള്ള വിധേയത്വത്തിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് നമ്മളെ സ്വതന്ത്രമാക്കി ദൈവരാജ്യം ഉടനെ സ്ഥാപിക്കുന്ന വ്യക്തി ആയിരിക്കും. ഇങ്ങനെയൊക്കെ ധരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു തച്ചൻ്റെ മകനായി എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് ഒരിക്കലും മനസ്സിൽ അവർ വിചാരിച്ചില്ല. ഒരിക്കലും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ഇവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലയോ, ഇവന്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലയോ, സഹോദരിമാരും കൂടെ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി എന്നുള്ളൊരു സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ അപകടമാണ്. അന്നും ഇന്നും നമ്മുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലും ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും ദൈവവചനം ആത്മാവിൽ അന്വേഷിക്കുകയും ആത്മാവിൽ അതിൻ്റെ വെളിപ്പാടുകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം അല്ലാതെ കേവലം ബുദ്ധിപരമായിട്ട് മാത്രം കാര്യങ്ങളെ ചില കാറ്റഗറിയിലൊക്കെ ആക്കി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ ഏറ്റവും ബെസ്റ്റും ദൈവത്തിൻ്റെ ആലോചനയും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ, അതേസമയം തന്നെ കണ്ണു കാണാത്ത ഹന്നയ്ക്കും അതുപോലെ ശിമയോനും മറ്റ് ചില വ്യക്തികൾക്കൊക്കെ അവൻ ദൈവപുത്രനാണെന്ന് ആത്മാവിൽ അറിവുണ്ടായതും അവർക്ക് വെളിപ്പെട്ടതും അവർ കർത്താവിനെ രക്ഷയെ കണ്ടതും ദൈവത്തെ മഹത്വപ്പെടുത്തിയതും ഒക്കെ നമുക്ക് പരിചയമുള്ള കാര്യമാണല്ലോ. നോക്കിയാട്ടെ, അവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. സംഗതി മശീഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, എന്നാൽ അവർ ഭ്രമിച്ചു. ഇത്ര പെട്ടെന്ന് വരുമോ? ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലും അത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത് നമുക്കറിയാം. പലരും ഭ്രമിക്കും, ദൈവമക്കൾ പോലും ഭ്രമിക്കും. കാരണം കർത്താവ് ഇപ്പോൾ ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചായിരിക്കും പലരും ഇരിക്കുന്നത്. എന്നാൽ ഹെരോദാവ് ഭ്രമിച്ചു, യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യെരൂശലേമിലെ ബേത്ലഹേമേ, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന് എഴുതിയിരിക്കുന്നു. എന്നാറേ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നോട് അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന്
ആ, നിൽക്കുവോളവും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നമുക്കറിയാമല്ലേ, നമുക്ക് ഈ മുൻധാരണകൾ പലപ്പോഴും നമ്മളെ രാജകൊട്ടാരത്തിലേക്കും, അതുപോലെ ഇപ്പം നമുക്കറിയാം ദൈവവചനത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈ അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാരുടെ അടുത്തേക്കും അല്ലെങ്കിൽ അവരെഴുതിയ പുസ്തകങ്ങളിലേക്കും ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില നിർണായകമായ അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. ദൈവവചനത്തിലെ ചില കാര്യങ്ങൾ പഠിക്കാൻ ആയിട്ട് ഞാൻ പലപ്പോഴും ഇതുപോലുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ്, പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ നിരാശ എന്ന് തോന്നത്തക്കവണ്ണം എന്ത് കാര്യമാണോ നമ്മൾ കാര്യമായിട്ട് അന്വേഷിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു പുസ്തകത്തിലും മിക്കവാറും കാണത്തില്ല. കാരണം അവർക്കും അറിയത്തില്ല, അതുകൊണ്ട് അവരെഴുതിയിട്ടില്ല. നമ്മൾ വലിയ കാര്യത്തെ അന്വേഷിച്ച് പോവുക. അപ്പം പല സംഗതികളും ഈ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളത് സത്യം തന്നെയാണ്. എന്നാൽ നമുക്കറിയാമല്ലോ, ദൈവവചനത്തിലെ ഒരു വെളിപ്പാട് ആത്യന്തികമായിട്ട് നമുക്ക് ഉറപ്പിച്ചു തരേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും അതെന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് ആത്യന്തികമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പറഞ്ഞു തരേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ തക്കവണ്ണം ഇടയാകി തീരേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവരോട് സൂക്ഷ്മമായി ചോദിച്ച് അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്ന നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. അപ്പോൾ അബ്രഹാം പാസ്റ്റർ പറഞ്ഞ പോലെ കുറച്ചു നേരം അവരന്വേഷിച്ച് വന്നതാണ്, അവർക്ക് വേണ്ടി നക്ഷത്രം വെയിറ്റ് ചെയ്ത് കാണും, എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേക ഗൈഡൻസോടുകൂടെ കടന്നു വന്ന അവരെ ആ സ്ഥലത്ത് എത്തുന്നത് വരെ ആ സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളും അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു എന്ന് വായിക്കുക. നിശ്ചയമായിട്ടും അതിലൊരു അതിശയോക്തി നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതൊരു അസ്വാഭാവികതയല്ലേ? ഇങ്ങനൊക്കെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമോ? ഇതൊക്കെ ഭക്തി മൂത്തിട്ട് ചില ആൾക്കാർ എഴുതി വെച്ചേക്കുന്ന ചില സംഗതികളല്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. അങ്ങനെയല്ല. നമ്മൾ വായിക്കുകയാണ്, ഉളവായതൊക്കെയോ അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു എന്നൊക്കെ കർത്താവിൻ്റെ പ്രാധാന്യത്തെ ഹൈലൈറ്റ് ചെയ്യുകയും എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള എത്രയധികം ദൈവത്തിൻ്റെ വചനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനും ആര് മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യം പറയുന്ന ഒരു ആ കർത്താവ് മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്ന ചില വ്യക്തികൾക്ക് വഴികാട്ടിയായിട്ട് ദൈവം അങ്ങനെ ഒരു കാര്യത്തെ ചെയ്തു എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചില ആൾക്കാർ വിമർശനത്തിന് വേണ്ടി മുതിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു ആരാണെന്നും ദൈവം ആരാണെന്നും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ദൈവത്തെ കേവലം മനുഷ്യനായിട്ട് കണ്ടിട്ട് അങ്ങനെ ആ മനുഷ്യർക്ക് അസാധ്യമാണ്, അതുകൊണ്ട് ദൈവത്തിനും അസാധ്യമാണ് എന്നുള്ളൊരു ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പലതിനെയും അവർ നിഷേധിക്കുന്നത്. കന്യകാജനനം നടക്കുമോ? അയ്യോ, അത് സാധിക്കത്തില്ലല്ലോ. അതിങ്ങനെ രണ്ട് വ്യക്തികളുടെ ക്രോമസോം ഒക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെയൊക്കെ ആയിത്തീരേണ്ടതല്ലേ, അതെങ്ങനെ ആകാനാ? അതുകൊണ്ട് അത് നടക്കത്തില്ല. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമോ? അയ്യോ, അത് പല നിയമങ്ങൾക്കും എതിരല്ലേ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന് എതിരല്ലേ, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾക്കെതിരല്ലേ, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ E=mc² എതിരല്ലേ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ ഇത് ആര് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ആ വ്യക്തിക്ക് അത് മാറ്റാനും അല്ലെങ്കിൽ അതിലിടപെട്ട് പ്രവർത്തിക്കാനുമുള്ള അധികാരമുള്ള വ്യക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പം ആ വ്യക്തി ജനിച്ചപ്പോൾ, ആ കർത്താവ് മനുഷ്യനെ രൂപമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ അദ്ദേഹം കേവലം അദ്ദേഹത്തെ കാണാനായിട്ട് ചില വ്യക്തികൾ വന്നപ്പോൾ ഒരു നക്ഷത്രം അവർക്ക് മീതെ പൊയ്ക്കൊണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഞാൻ നമുക്കറിയാമല്ലോ, അത്യാവശ്യം സയൻസും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിൽ അദ്ദേഹം ദൈവമാണെങ്കിൽ, ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമനുസരിച്ചാണ് വന്നതെങ്കിൽ അതിനേക്കാളും വലിയ സ്റ്റാറായി ഈ ലോകത്ത് ജനിച്ചേക്കുന്നത്, സൂപ്പർ സ്റ്റാർ, ഈ ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തി, ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്തവൻ,
സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ. ആ വ്യക്തിയായി ഈ ലോകത്ത് ജനിച്ചേക്കുന്നത്. അതിനേക്കാളും വലിയ സ്റ്റാറാണോ ഈ മീതലിരിക്കുന്ന സ്റ്റാർ? ഈ സകല നമ്മൾ പാട്ടിൽ ഇടയ്ക്ക് പാടുന്ന പോലെ, ഇത് പാട്ടുകാരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു പാട്ട് പാടിയേക്കാം. തിരുക്കരങ്ങൾ നിരത്തി വച്ചു താരകങ്ങൾ ഗഗനേ ഒരുക്കിയവൻ നമുക്കു രക്ഷ മാർഗമതീനു മുന്നേ. ദേവാതിദേവനീ പാരിൽ വന്നു പാപിയെ തേടി വന്നു. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ. കർത്താവിന്റെ ജനനത്തിങ്കൽ, കർത്താവിന്റെ മരണത്തിങ്കൽ ഒക്കെ ചില വിശേഷതയേറിയ സംഭവങ്ങൾ നടന്നു. അതിനെയൊക്കെയാ പറയുന്നത്, അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, പൊടിപ്പും തൊങ്ങലും ചേർത്ത് ആരാണ്ടൊക്കെ എഴുതി വെച്ച. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ആരാണെന്നും ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും അവന്റെ ശക്തി എന്താണെന്നും തിരിച്ചറിയാത്ത കൃമികീടങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. അവരിനിയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് ഒരു സാഹിത്യകാരനെതിരെ ചില വ്യക്തികൾ വിമർശനം എഴുതുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നോവലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ചിലരൊക്കെ വായിച്ചു കാണും, ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കൽ അതിന് മറുപടി എഴുതി, മണ്ണട്ടകൾ കരയട്ടെ. മണ്ണട്ടകൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ മണ്ണട്ടകളുടെ സ്വഭാവം അതാത് കരഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ ദൈവത്തിനെതിരെ വിമർശിക്കുകയും ദൈവപ്രവർത്തികളെ നിശിതമായി വിമർശിക്കുകയും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഇനിയും ഉണ്ടാകും. ഇനി ആ മണ്ണട്ടകൾ കരഞ്ഞുകൊണ്ടിരിക്കും. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന കുട്ടിസ്രാങ്ക് പോലെ ഇവർ വിമർശിച്ചുകൊണ്ടും ഇരിക്കും. ആ വിമർശനങ്ങളോ അതിനെ ഒന്നും കണക്കിലെടുക്കേണ്ട ബാധ്യത ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല. അത് കേട്ട് ഇടറിപ്പോകേണ്ട ആവശ്യവുമില്ല. നോക്കിയാട്ടെ, ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട്. അപ്പൊ വ്യക്തമായിട്ട് ദൈവം ആ കാര്യങ്ങളിൽ ഇടപെടുകയും നേരത്തെ അവർക്ക് സംഭവിച്ചതായിട്ടുള്ള ആ ഈ ക്രിസ്തുവിനെ അന്വേഷിച്ച് കൊട്ടാരത്തിലേക്ക് പോയതുപോലുള്ള ബുദ്ധിഹീനത ഉണ്ടാകാതെ വണ്ണം അവരെ വ്യക്തമായിട്ട് കർത്താവ് ഗൈഡ് ചെയ്തു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. എത്ര അത്ഭുതകരമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ ജീവിതം പോലെ നിസ്തുലമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ ഈ തിരുവട്ടാകൃഷ്ണൻകുട്ടി സാർ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദിനേശ് ബാബുവിൻ്റെ മിക്ക പുസ്തകങ്ങളും ഉണ്ട്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ടുള്ള വിജയമോഹൻ എന്ന് പറയുന്ന സഹോദരൻ്റെ അത് ഒരു കാലത്തെ പരസ്യങ്ങളും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്ന ഒരു അനുഭവം. ഈവൻ ആർ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട ഇതുപോലെ നിസ്തുലരായിട്ടുള്ള ഈ കർത്താവ്, അവൻ ഈ ലോകത്ത് ജനിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു. അദ്ദേഹം രാജാവായി പിറന്നവനായിരുന്നു. ഈ നിത്യരാജാവിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ നമ്മൾ വീണ്ടും ഒരു പാട്ട് പാടാൻ തോന്നുക, പാടുന്നില്ല. നിത്യരാജാവിവൻ ഓർക്കുകയിൽ സർവ സൃഷ്ടികളും പുകഴ്ത്തുന്ന യഹോവ വാഴ്ത്തുക നീ മനമേ എന്ന് ഭക്തൻ പാടിയിട്ടുള്ളതുപോലെ നിത്യരാജാവേ അങ്ങയെ സ്തുതിക്കുന്നു, നിത്യരാജാവേ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് രാജാവായിട്ട് പിറന്നവൻ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീഴാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.